ഹായ് ഹലോ രാജീവ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് എന്താണെന്നറിയോ, ഞാൻ എങ്ങനെയാണ് എൻ്റെ മുടി പെട്ടെന്ന് വളർത്തിയെടുത്തത്, അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു. അപ്പൊ അതിൻ്റെ കൂടെ ഞാനൊരു താളി, ചെമ്പരത്തി താളി എങ്ങനെ ഉണ്ടാക്കുക ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ താളി ഞാൻ കാണിക്കുന്നുണ്ട്. അതേ ഒരു പ്രത്യേക താളിയാട്ടോ ഉണ്ടാക്കണത്. അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ മനസ്സിലാവും ഞാൻ എന്തൊക്കെയാണ് രാവിലെ മുതൽ എൻ്റെ മുടിക്ക് വേണ്ടി ചെയ്യേണ്ടത്. നിങ്ങൾ കണ്ടോളൂ. ഷുഗർ നോർമലാക്കാൻ എന്താ ചെയ്യണമെന്നും ഉണ്ട് അതിൽ. എല്ലാത്തിനും കൂടി ഉള്ള ഉത്തരാട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞാൽ കമന്റ് ബോക്സിൽ ചോദിക്കുമ്പോൾ ഒരുപാട് എഴുതി വിടാൻ പറ്റണില്ല. അപ്പോൾ അതൊന്ന് കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ കേട്ടോ. പലവരുടെയും പല സംശയങ്ങൾക്കുള്ള ഉത്തരാണ്. അപ്പോൾ എങ്ങനെയാണ് മുടി പെട്ടെന്ന് വളർത്തിയെടുക്കുക? അതാ രാത്രി കണ്ടോ, നമ്മൾ മുടിയിൽ എണ്ണ തൊട്ട് പുരട്ടി മുടിയൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചെന്നാണ് കേട്ടോ. രാവിലെ ഞാൻ കുറച്ച് സാധനങ്ങൾ പെറുക്കിയെടുക്കാൻ പോയി. അപ്പോൾ എനിക്ക് നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പൊ അത് കാരണത്താൽ തന്നെ എന്താ പറയാ, ഈ മുടിയിൽ ഇതൊക്കെ കേട്ടോ. കണ്ണട ഊരി വെക്കണം എന്നില്ല. കണ്ണട ഇല്ലെങ്കിൽ എനിക്ക് ഈ ഷുഗറിന്റെ പ്രശ്നം കാരണം എനിക്ക് ഞാൻ പറയണത് ക്ലിയർ ആവണില്ല തോന്നുള്ളൂ, കണ്ണിന്റെ പ്രശ്നം കാരണം. അപ്പൊ ഞാൻ മുടി കഴിക്കട്ടെ കേട്ടോ. മഴ ചാറലുണ്ട് ഇവിടെ. അവിടെയൊക്കെ മഴ പെയ്യുന്നുണ്ടോ? നിങ്ങൾക്കൊക്കെ സുഖം തന്നെയല്ലേ എല്ലാവർക്കും? അപ്പൊ ഞാൻ കണ്ടോ മുടിയൊക്കെ കെട്ടി കണ്ടല്ലോ. ഇതൊക്കെ അഴിഞ്ഞു തുടങ്ങിയെന്ന് കണ്ടോ, രാത്രി കടന്നുകൊണ്ടിട്ടേ കണ്ടല്ലോ. ഇതൊക്കെ ഇങ്ങനെ ഒരു ബനിയൻ ക്ലോത്ത് കൊണ്ടാണ് കേട്ടോ. മുടി എപ്പോഴും ഞാൻ കെട്ടിയൊക്കെ ഒരു ബനിയനാണ് കണ്ടല്ലോ, കുട്ടറ ബനിയൻ, പഴയ ബനിയൻ. അപ്പൊ ഇങ്ങനെ ഇത് പിന്നെ അഴിഞ്ഞു പോകാതിരിക്കാതുകൊണ്ടൊന്ന് ചുറ്റിക്കെട്ടും. അപ്പൊ ഇതൊക്കെ നമ്മ ഊരി വെച്ചു. അപ്പൊ ഇനി എന്താ തുടങ്ങണ എങ്ങനെയാന്ന് അറിയോ? രാവിലെ എണീറ്റു ദിവസം തുടങ്ങുകയാണ് കേട്ടോ. എല്ലാവരും കണ്ടോളൂ. ഇതെന്താന്ന് എല്ലാവരും കണ്ടോളൂ. ഇത് നമ്മളുടെ ഒന്നുമല്ല, ഉലുവ വെള്ളത്തിലിട്ടിരിക്കുകയാണ് കേട്ടോ. തലേ ദിവസം നമുക്ക് ഒരു സ്പൂൺ ഉലുവ നന്നായി തലേ ദിവസം കഴുകി തിളപ്പിച്ചാറിയ വെള്ളത്തില് ഇങ്ങനെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ. മഴക്കാലത്ത് പ്രത്യേകിച്ചും, കാരണം മാസ്കുകൾ ഉപയോഗിക്കണില്ല നമ്മൾ തലയിലെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ഉള്ളിലേക്ക് ഭക്ഷണത്തിൽ കൂടെ ഇത് നമ്മൾ കൂടുതൽ മാസ്കിനൊക്കെ പകരമായിട്ട് കഴിക്കേണ്ടതാണ്. ഞാൻ കാണിച്ചു തരാം. ആദ്യം തുടങ്ങി ഇട്ടാ കുടിക്കുകയാണ്. എല്ലാവരും കുടിക്കാൻ കൂടിക്കോളൂ. ഇതാ കണ്ടോളൂ. ചായ കുടിച്ചിട്ടില്ല. കണ്ടോളൂ. അടുത്തൊരു ഗ്ലാസ് വെള്ളം കൂടി ഞാനിത് ഉലുവ വെള്ളം കുടിക്കും. കണ്ടല്ലോ. ബാക്കിയുള്ള ഉലുവ വെള്ളം ഞാൻ ചില ദിവസം ഇങ്ങനെ ഹെയറിൽ ഇതന്നെ അപ്ലൈ ചെയ്യാം നമുക്ക് കേട്ടോ. എന്താ വെച്ചാൽ മാസ്ക് അല്ലല്ലോ. അപ്പൊ ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഹെയറിൽ അപ്ലൈ ചെയ്താൽ ഏറ്റവും ഗുണമുള്ള കാര്യമാണ്. അപ്പൊ ഇന്ന് ഞാൻ ഇത് അപ്ലൈ ചെയ്യണതിന് പകരം വേറൊരു കാര്യമാണ് കാണിക്കുന്നത്. അത് കാരണത്താലാണ് ഇന്ന് ഞാൻ ഇതിനി നാളത്തേക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം കേട്ടോ. നാളെ നമുക്കിത് വേണമെങ്കിൽ ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. തിളപ്പിച്ചാറിയ വെള്ളത്തിലേക്ക് കേടുവരൂല. കൈ കൊണ്ട് തൊട്ടിട്ടില്ല. കണ്ടല്ലേ, ഈ വെള്ളം കൂടി ഞാൻ കുടിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിലത്തെ ഉലുവമണി നമുക്ക് കടിച്ചു തിന്നാട്ടോ. പക്ഷെ ഇപ്പൊ എനിക്ക് നിങ്ങളോട് സംസാരിക്കുമ്പോൾ അത് കടിച്ചു തിന്നലും സംസാരം കൂടി അമ്മ എന്താ രാവിലെ ഇങ്ങനെ കടിക്കണം എന്ന് കരുതണ്ട. ഇത് ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ. ഇത് കഴിച്ചതിന് ശേഷം വെള്ളം കുടിക്കല പതിവെന്ന് ഞാൻ കഴിക്കാതിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഇത് കഴിക്കണം കേട്ടോ. ഉലുവ മഴക്കാലത്ത് വേനൽക്കാലത്ത് ഒരുപോലെ. പക്ഷെ മഴക്കാലത്ത് നമ്മൾ മാസ്ക് ഇടാത്തതുകൊണ്ട് ആദ്യം ചെയ്യേണ്ട കാര്യം രാവിലെ 2 ഗ്ലാസ് വെള്ളം കുടിക്കുക, ഉലുവ ഇട്ടിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വെള്ളം കണ്ടോ, ഇത് നമ്മളുടെ എള്ളാണ് കണ്ടോ, എള്ള് കുതിർത്തിരിക്കുകയാണ്. ഈ വെള്ളം നിങ്ങൾക്ക് വേണമെങ്കിൽ ധൈര്യമായിട്ട് കുടിക്കാം. അവസാനം എള്ളിന്റെ മണി കഴിക്കണം. ഇതേ ഷുഗർ കാരണം മുടി കൊഴിയണവർക്ക്, അതുപോലെ ഹെയർ ഇവിടെയൊക്കെ കണ്ടില്ലേ നെറ്റി കയറ്റം, അങ്ങനെയുള്ളവർക്ക്, പിന്നെ ബ്ലഡ് കമ്മിയായിട്ട്, വിറ്റാമിൻ ഡി കുറവായിട്ട്, ഇങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ ഒരു ഒറ്റ മൂല്യമാണ് നമ്മളുടെ എള്ള് വെള്ളത്തിലിട്ട വെള്ളവും നമുക്ക് കുടിക്കാട്ടോ. ഇന്നിത് ഞാൻ കുടിക്കണില്ല. ഇത് നമ്മൾ ഇന്ന് താളിയിൽ കാണിക്കുകയാണ്. കാരണം 2 ഗ്ലാസ് വെള്ളം മക്കളെ ഞാൻ ലൈവായിട്ട് ഇവിടെ ഇരുന്ന് കുടിക്കണം. നിങ്ങൾ കണ്ടില്ല, എൻ്റെ വയറ് കുട്ടപ്പേ. ഇനി ഞാനൊരു 2 മണിക്കൂർ കഴിഞ്ഞാൽ 1/2 ഗ്ലാസ് ചായ അത്രേ ചെല്ലൂ. പിന്നെ എപ്പോഴെങ്കിലും എനിക്ക് ഷുഗറുള്ള ഗുളിക കഴിക്കാണ്ട്. അപ്പൊ എനിക്ക് കൃത്യം 9 മണിയുടെ മുന്നായിട്ട് എന്തെങ്കിലും നമുക്ക് 2 or 3 അരിയുടെ പലഹാരം കഴിക്കാം. അതിന്റെ കൂടെ നമുക്ക് ചെറുപയർ വേവിച്ച് കഴിക്കാം. പിന്നെ അല്ലെങ്കിൽ 2 കോഴിമുട്ടയുടെ വെള്ള കഴിക്കാം. എങ്ങനെയെങ്കിലും നമ്മളെ ശരീരം നമ്മൾ ഷുഗറൊക്കെ നോർമലാക്കി കൊണ്ട് നടക്കാം. ഷുഗർ ഇല്ലാത്തവർക്കും ഇതേ ഭക്ഷണം കീപ്പ് ചെയ്ത് പോവാട്ടോ. കാരണം ദോഷമുള്ളതൊന്നും അല്ലല്ലോ, ഗുണമുള്ള കാര്യങ്ങളല്ലേ. എല്ലാവർക്കും ഒരുപോലെ മുടി വളർച്ച കൂട്ടാൻ ഷുഗർ ഉള്ളവരുടെ മുടി വളരാനും കൂടി ഉള്ളൊരു മരുന്നും കൂടിയാണ് ഞാൻ ഈ കാണിക്കണേ. എന്നുവെച്ചാൽ 35 കഴിഞ്ഞിട്ട് എല്ലാവരും ഇതേപോലെ ചെയ്തോളൂ. ദിവസേന നമ്മളെ മുടിയിലേക്ക് അത് തേച്ചില്ല പരാതിയില്ല. ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ മതി. അപ്പൊ ഞാൻ രാവിലെ ഒരുപാട് വർത്താനം പറഞ്ഞില്ല. ചിലവർക്ക് എൻ്റെ വീട് എവിടെയെന്ന് അറിയണം, എൻ്റെ കഥ കേൾക്കണം. കുറേ ആൾക്കാരൊക്കെ അങ്ങനെ വേണം. ഞാനേ ജനിച്ചു വളർന്നത് വീട്ടിക്കാടാട്ടോ. വീട്ടിക്കാട് ഒരമ്മയ്ക്ക് 7 മക്കളിലത്തെ 7ാമത്തെ കുട്ടിയാട്ടോ ഞാന്. പക്ഷെ എൻ്റെ അമ്മയുടെ ഭാഗ്യം ഇല്ല, 3ാമത്തെ ആൺകുട്ടി അമ്മയ്ക്ക് ജനിച്ചു. പക്ഷെ ആ കുട്ടി ഇല്ല ഞങ്ങൾക്ക്. അതുകൊണ്ട് കുട്ടികളില്ല കേട്ടോ. ഞങ്ങൾ വെറും പെണ്ണുങ്ങളായി. സങ്കടം കണ്ടോ.
അങ്ങനെയാണ്. അപ്പൊ കഥ പറയുന്നതോട് കൂടി ഞാൻ ഈ എണ്ണ തേക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടല്ലോ, ഇത്ര എണ്ണ നമ്മൾ കയ്യിലേക്ക് എടുക്കണ്ടോ ഈ സമയത്ത്. എൻ്റെ കയ്യിൽ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഉണ്ട് കേട്ടോ. വേണ്ട ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ചേർത്തോളൂ. വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ കൊടുന്ന് കാണിച്ചു തരാം. അത് ഒന്ന് മാത്രം പൊട്ടിച്ചിട്ട് ഈ കയ്യിൽ എണ്ണയുടെ കൂടെ കൂട്ടുക, അല്ലെങ്കിൽ എണ്ണ നമ്മൾ ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ട് ചൂടാക്കുക. അത് ചൂടാക്കാൻ സൗകര്യമുള്ളതോടെ ഡബിൾ ബോയിലിംഗ് ചെയ്ത് ചൂടാക്കിക്കോളൂ. ഞാൻ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവണില്ലെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിച്ചോളൂ, അമ്മ എന്തൊക്കെയാ പറഞ്ഞേക്കോ മനസ്സിലായില്ല പറഞ്ഞോളൂ. അപ്പൊ ഞാൻ മനസ്സിലാക്കി തരണ്ട കേട്ടോ. അപ്പൊ നമ്മൾ കയ്യിലിട്ടിട്ട് ഇങ്ങനെ എണ്ണ ഒരു 4 മിനിറ്റ് 3 മിനിറ്റ് ഇങ്ങനെ ഉരച്ച് ചൂടാക്കാം. അങ്ങനെ ചൂടാക്കാൻ സൗകര്യമില്ലാത്തവരെ ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ട് എണ്ണ കൊടുന്നോളൂ. അതിലൊരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ പൊട്ടിച്ചിട്ടോളൂ. ഇരട്ടി മുടി വളരും കേട്ടോ. ഞാൻ എൻ്റെ അടുത്ത് ഗുളിക ഇല്ലാഞ്ഞിട്ടോ ക്യാപ്സ്യൂൾ ഇല്ലാഞ്ഞിട്ടോ ഒന്നുമല്ല, പക്ഷെ ഞാൻ ഇപ്പോ ഇത് ചെയ്യണുള്ളൂ. എനിക്ക് ഇതുകൊണ്ട് തന്നെ മുടി വളരുന്നുണ്ട്. പിന്നെ എന്തിനാ നമ്മൾ വെറുതെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള്? ആ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള് മുഖത്തിനും നല്ലതാണ്. ഒന്നും വേണ്ട, നമ്മളുടെ ഇത് കൂടെ എന്താ പറയാ ഗ്ലിസറിനിൽ കൂടെ എൻ്റെ കയ്യിലൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട്, എൻ്റെ മക്കൾ വന്നാൽ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അത് മുഖത്ത് അങ്ങനെ ഗ്ലിസറിനൊന്നും ഉപയോഗിക്കാറില്ല. നമ്മൾ സാധാ ദോശമാവ്, അങ്ങനെ നമ്മളെ നാടൻ കാര്യങ്ങൾ, തൈര്, ഇതൊക്കെയാണ് എൻ്റെ മുഖം ഞാൻ ചെയ്യണത് കേട്ടോ. അപ്പൊ കണ്ടോ, നല്ല ചൂടായി നമ്മളെ എണ്ണ കണ്ടല്ലോ. അതിങ്ങനെ നമ്മൾ മസാജ് ചെയ്യാം. കാണിച്ചു തരാം. ഇതിപ്പം മുടിയിലൊന്നും അപ്ലൈ ചെയ്ത് വെക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പൊ മസാജ് ചെയ്യലടങ്ങിയിട്ടില്ല. അപ്പൊ ഇത്രയും എണ്ണ വേണ്ടു, ഒരു മുടിയിലേക്ക് ഇത്രയും എണ്ണ വേണ്ടു. നിങ്ങളുടെ ഇഴകളിൽ എണ്ണ ഇല്ലെങ്കിൽ നിങ്ങൾ അത് വേറെ നമ്മളിന്ന് കുമ്പിട്ട് നിന്നിട്ട് പിന്നെ നമുക്ക് തൊട്ട് പരട്ടാട്ടോ. ഇപ്പൊ നമ്മൾ തൽക്കാലം ഒന്ന് അപ്ലൈ ചെയ്ത് അവിടെ വെച്ചിട്ടേ ഉള്ളൂ. ഇനി നമ്മൾ 2 പാർട്ടായിട്ട് മുടി എടുക്കണം. ഇതെല്ലാവരും ശ്രദ്ധിച്ചോളൂ. 2 പാർട്ടായിട്ട് മുടി എടുത്ത് ഞാൻ ഇപ്പൊ കെട്ടി വെച്ചത് നിങ്ങൾ കണ്ടതല്ലേ. രാത്രി ഞാൻ ഒന്ന് കുമ്പിട്ട് നിന്നിട്ട് കിഴക്കാൻ തൂക്കം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കളിയാക്കരുതേ കുട്ടികളെ, നമ്മുടെ ഭാഷ അതൊക്കെയാണ്. അപ്പൊ നമ്മള് രാത്രി എന്ത് ചെയ്യണമെന്ന് കുമ്പിട്ട് നിന്ന് ചീന്തി മുടി അത്യാവശ്യം കെട്ടൊക്കെ കളഞ്ഞ് അങ്ങനെയാണ് ഒരു തുള്ളി എണ്ണ തൊട്ട് പരത്തി. അതുകൊണ്ടൊന്ന് ഒട്ടിക്കണ്ണു കേട്ടോ മുടി. ഇന്നലെ ചൊവ്വാഴ്ച ദിവസമായിരുന്നു, ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ബുധനാഴ്ച ദിവസമാണ്. ഇതിന് നിങ്ങൾ കാണാൻ എപ്പോഴാന്ന് എനിക്കറിയണില്ല. അപ്പൊ ഓരോന്ന് കുറച്ച് വീഡിയോകൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഒരുപാട് എണ്ണ തേക്കാൻ എനിക്ക് പറ്റണില്ല. പക്ഷെ ചെമ്പരത്തി താളിയൊക്കെ നമ്മൾ തേക്കുന്നുണ്ട്. അപ്പൊ അത്യാവശ്യം മുടിയിൽ എണ്ണ താളിയുള്ള ദിവസം നിങ്ങൾ താളി തേക്കുന്ന ദിവസം തേക്കും ചെയ്തോളൂ. എനിക്ക് ഇങ്ങോട്ട് നിങ്ങളെ ഇതിങ്ങോട്ട് കഥ പോലെ പറഞ്ഞിട്ടേ ഇങ്ങോട്ട് അവതരിപ്പിച്ചിട്ട് ഇങ്ങോട്ട് ഫലിപ്പിക്കാനുള്ള കഴിവില്ല എന്തോ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവണ്ടെന്നുള്ള വിചാരത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോവുക തന്നെയാണ് അല്ലേ, നിർത്താതെ. ആയിക്കോട്ടെ, നമ്മളെ വീഡിയോയില് നിങ്ങൾക്ക് മടുപ്പില്ലല്ലോ ഇങ്ങനെ ആകുമ്പോ. അമ്മ അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ഈ 2 പുറം ഇങ്ങനെ നമ്മൾ കൂടില്ല മുടി ഒക്കെ കെട്ടറിഞ്ഞു ഓരോ ഇഴയിന്ന് കാണുമ്പോ പിന്നെ എന്താ ചെയ്യേണ്ടത് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ തൊട്ട് എണ്ണ തേച്ച് കഴിഞ്ഞു കേട്ടോ ലേശം. എന്നിട്ട് കണ്ടോ, നമ്മൾ ഇങ്ങനെ പല്ലകളുള്ള ചീർപ്പോണ്ടേ നമ്മൾ അടിയിന്ന് മുടിയുടെ അടി ആദ്യം കൂടർത്ത് വെക്കുക 2 പുറം. എന്നാൽ നമ്മളെ മുടി അങ്ങനെ പൊട്ടിപ്പോവും കൊഴിഞ്ഞു പോവൊന്നും ചെയ്യില്ല. പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം അറിയണോ, നമ്മളെ മുടി പൊട്ടി 2ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മുടി കമ്മിയാവുന്നുണ്ടല്ലോ വിചാരിച്ചിട്ടേ ഒന്നും ചെയ്യാതിരിക്കരുത്. അപ്പൊ നമ്മൾ മുടിയുടെ തലപ്പ് ലേശം വെട്ടിക്കളഞ്ഞിട്ട് അന്നത്തെ ദിവസം ലേശം നാളികേരപ്പാൽ ആ തലപ്പത്തായിരിക്കണം കേട്ടോ. എന്നാലും മുടി തലപ്പത്തുനിന്ന് വളരും. എനിക്കൊരു തെറ്റ് പറ്റിയിരുന്നു. പണ്ട് എൻ്റെ അമ്മ പറയണ്ടായിരുന്നു കേട്ടോ. എൻ്റെ അമ്മ പറയണ്ടായിരുന്നു, കുട്ടി മുടി നല്ല വളരാൻ നല്ല എണ്ണ തേക്കേട്ടോ എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പൊ ഞാൻ കൃത്യമായിട്ട് നല്ല എണ്ണ തേക്കും. പക്ഷെ ഞാൻ തേക്കുന്നത് അമ്മ തലപ്പ് വെട്ടുമ്പോ അവിടെ ലേശം നാളികേരപ്പാൽ തേക്കാൻ പറയുകൊണ്ടേ എൻ്റെ വിചാരം തലപ്പത്തുനിന്ന് മുടി വളരും എന്നുള്ളൊരു വിചാരം. എൻ്റെ ഒരു ബുദ്ധിയില്ലായ നോക്കി നോക്കൂ കേട്ടോ. എന്നിട്ട് ഞാൻ തലപ്പത്തെ എണ്ണ പൊത്തും, ഇവിടെ ഇങ്ങനെ സ്കാൽപ്പിൽ ആഡ് ചെയ്യും, ഇങ്ങനെ മസാജ് കൊടുക്കും, ഒന്നും ചെയ്യണില്ല. ഇങ്ങനെ ചീന്തൊക്കെ ഞാൻ തലപ്പ് മാത്രമാണ്. അമ്മ എപ്പോഴും പറയും തലപ്പത്തൊന്ന് ചീന്തണം. സത്യമാണ്, നമ്മൾ തലപ്പത്തെ കെട്ട് കളയാനാണ് അമ്മ അങ്ങനെ പറയണതേ. എനിക്ക് ബുദ്ധിയില്ല കേട്ടോ. തലപ്പത്തൊന്ന് മുടി വളരും ഒരൊറ്റ ബുദ്ധിയുള്ളൂ. പറയുമ്പോ 5-6 പെൺകുട്ടികളാണ്, അവര് മുടി ചെയ്യാണ്ട് ഞാൻ ശ്രദ്ധിക്കണില്ല. ഞാൻ എൻ്റെ കാര്യം മാത്രം ശ്രദ്ധിക്കുക. ചേച്ചി എന്തൊക്കെയാ മുടിക്ക് ചെയ്യണേ, എണ്ണകളും താളികളും ഒക്കെ ഒന്ന് തന്നെയാണ്. പക്ഷെ എനിക്കങ്ങനെ മുടി പെട്ടെന്ന് ഇവരെ പോലെ വളർന്നു വരുന്നില്ല. ഒരു ചേച്ചിക്കൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എന്താ പറയാ കുതികാലി വരെ എന്നൊക്കെ കേട്ടില്ല, അരക്കൊക്കെ താഴെ മടഞ്ഞിട്ടിട്ട് വലിയ എത്തി ഭയങ്കര മുടി. അപ്പൊ എനിക്ക് അസൂയ തോന്നും, ഇതൊക്കെ എന്തൊക്കെയാണാവോ ഈ മുടി ചെയ്യണതെന്ന്. അപ്പൊ പിന്നെ 4ാമത്തെ ചേച്ചിക്ക് അതിലും മീതെ എല്ലാവരും മുടിയിൽ കവിച്ചേക്കുക, ഞാൻ മാത്രമില്ല. പിന്നീട് എനിക്ക് കുറെ കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് പ്രസവവും കഴിഞ്ഞിട്ട് അമ്മ എന്നോട് പറയും, അപ്പൊ അമ്മ എണ്ണ തേച്ച് തന്നു. ഞാൻ പ്രസവിച്ച് കിടക്കുമ്പോൾ ഒരു ദിവസം അമ്മ എനിക്ക് എണ്ണ തേച്ച് തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മ തലപ്പത്ത് നല്ലോണം തേക്കൂന്ന്.
അപ്പൊ എന്നെ കളിയാക്കി അമ്മ. കുട്ടി തലപ്പത്ത് നമ്മൾ ശുശ്രൂഷ ചെയ്യണ്ടെന്നല്ല, നമ്മൾ സ്കാൽപ്പിൽ ഇങ്ങനെ എണ്ണ തേച്ചിട്ട് ഇങ്ങനെ മസാജ് കൊടുക്കുക. പ്രസവിച്ച് കിടക്കല്ലേ, കുറെ മുടി ഇനിയിപ്പോ കൊഴിയും. അപ്പോൾ ആ കൊഴിഞ്ഞു പോണ മുടിയുടെ സ്ഥാനത്ത് പെട്ടെന്ന് മുടി വളരാൻ നീ ഇതൊക്കെ ചെയ്യാറുണ്ടപ്പോഴാണ് ആദ്യമായിട്ട് എനിക്ക് ബുദ്ധി ജനിച്ചത്. അതുവരെ ഞാൻ തലപ്പ് മാത്രം ശുശ്രൂഷ ചെയ്തൊരു കുട്ടിയായിരുന്നു മക്കളെ. നിങ്ങൾക്ക് ഇങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ടോ? ഇനി അത് അബദ്ധം പറ്റണ്ടാട്ടോ. അപ്പൊ അമ്മ കണ്ടല്ലോ, ആ എണ്ണ കൊടുത്തേന് ചീന്തും ചെയ്തു, കൂട് കളയും ചെയ്തു. ഇനി നമുക്ക് കുമ്പിട്ട് നിന്നിട്ട് വേണമെങ്കിൽ ചെയ്താൽ മതി, അത് രാത്രി ചെയ്താലും വേണ്ടില്ല. ഞാൻ ഇനി നിങ്ങൾക്ക് കുമ്പിട്ട് നിന്നിട്ട് ആ എണ്ണ ബാക്കി തേക്കുന്നതൊന്നും കാണിച്ചു തരാം. ഇനി ആർക്കും തെറ്റണ്ട, എന്നെ പോലെ നിങ്ങളും തെറ്റിയിട്ട് മുടി വളർന്നില്ല എന്നുള്ളത് വേണ്ട. അപ്പോൾ നമ്മൾ കയ്യിലേക്ക് ലേശം എണ്ണ കണ്ടോ ഈ ചൂടാക്കുക, കണ്ടോളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ കണ്ടല്ലോ, ഇന്ന് കുട്ടി രാവിലെ വീഡിയോ എടുത്തു തരാൻ പറഞ്ഞപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കഴിക്കാതെ രാവിലെ ഉലുവവെള്ളം എന്നും കഴിക്കേണ്ടതാണ് ഈ ഉലുവവെള്ളി. അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ നോക്കൂട്ടോ ഇത് കഴിക്കുള്ളൂ എന്ന് മാത്രം, എന്താ ചായ കഴിക്കുള്ളൂ എന്ന് മാത്രം. അപ്പൊ ഇന്ന് ഞാൻ ഉലുവവെള്ളം കുടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു മാത്രം. തെറ്റണ്ട, എല്ലാവരും ഇങ്ങനെ ചെയ്യണം കേട്ടോ. ഉലുവവെള്ളം രാവിലെ കുടിച്ചോളൂ. അതേപോലെ തന്നെ ദോഷമില്ലേ, ഞാൻ 10-20 കൊല്ലായി ഇത് ഇങ്ങനെ തന്നെ കേട്ടോ. ഉലുവെള്ളന്റെ പ്രമേഹം വന്നിട്ട് എന്റെ മുടി, ഷുഗർ വന്നിട്ട് എന്റെ മുടി കൊഴിഞ്ഞ് വല്ലാതെ പോയി. അപ്പൊ എനിക്കൊരു വൈദ്യര് പറഞ്ഞു തന്നാണ് ഉലുവ വെള്ളം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ, ഈ നമ്മളെ എള്ളിന്റെ വെള്ളം രാവിലെ കുടിക്കുക. കണ്ടല്ലോ, അപ്പൊ എന്റെ മുടിയിലെ എണ്ണയൊക്കെ അത്യാവശ്യം തേച്ചു. ഇനി ഞാനൊന്ന് മുടി കൈ കൊണ്ട് ഇവിടെ കെട്ടിയേക്കട്ടെ കേട്ടോ. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പൊ നമ്മളെ എണ്ണ തേപ്പും മുടി ചീന്തി വൃത്തിയാക്കുന്നതും എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി നമ്മളെ നിങ്ങൾക്ക് ദിവസേന ഹെയറിൽ പിന്നെ ഉലുവ വെള്ളം, അതുപോലെ കഴിക്കണ വേപ്പിന്റെ വെള്ളം, കറിവേപ്പിലയുടെ വെള്ളം ഒക്കെ തിളപ്പിച്ചിട്ടോ ഒക്കെ കേട്ടോ ഇതൊക്കെ നമ്മൾ തേക്കണത്. പിന്നെ നമ്മൾ എള്ള് കുതിർത്ത വെള്ളം, ഇതൊക്കെ തേക്കാൻ നമുക്ക് ദിവസേന സൗകര്യം ഉണ്ടാവില്ല. എന്ന് ജോലി തിരക്ക്, എല്ലാവർക്കും തിരക്കാണ് അല്ലേ. വീട്ടിൽ തന്നെ പെണ്ണുങ്ങൾക്ക് പാത്രം കഴുകിയിട്ടൊക്കെ ഭാരതമായിട്ട് ഇരിക്കുക എല്ലാവരും അല്ലേ. വീട്ടിലെ ആളുകൾ കുറവാകൊണ്ട്. അപ്പോൾ നമുക്ക് ആഴ്ചയിൽ 1 ദിവസം ചെയ്താൽ മതി. കുട്ടികളെ നല്ലോണം മുടി വളരും കേട്ടോ. അതിന് നമ്മൾ എന്താ ചെയ്യണമെന്ന് അമ്മ കാണിച്ചു തരാം. നിങ്ങൾക്ക് കണ്ടല്ലോ, ഇതൊക്കെ അമ്മ കഴുകി. ഇപ്പൊ രാവിലെ അമ്മ അതുകൊണ്ടാണ് തലയിൽ തുണിയൊക്കെ കെട്ടി നടന്നിരുന്നത്. കണ്ടല്ലോ, കഴുകി തുടച്ച നമ്മളെ ചെമ്പരത്തിയുടെ ഇല. നമുക്ക് നമ്മളെ മുടിക്ക് അനുസരിച്ചിട്ട് ഇതിനൊന്നും കണക്കില്ല കേട്ടോ, എത്ര വേണേലും ഇടാവുന്നതാണ് നമ്മളെ ചെമ്പരത്തിയുടെ ഇല. കണ്ടല്ലോ, ആഴ്ചയിൽ 1 ദിവസം ചെയ്യാനുള്ളതാണ് കേട്ടോ. കണ്ടല്ലോ, ആദ്യം നമ്മൾ ചെമ്പരത്തിയുടെ ഇല, പിന്നെ നമ്മൾ ഈ ചെമ്പരത്തി പൂ കൊടുക്കുമ്പോ ഇത് വേണ്ട കേട്ടോ, ഇത് 2 പൊട്ടിച്ച് കളഞ്ഞോളൂ. ഈ തലപ്പത്തെ കണ്ടല്ലോ, ഇത് നമുക്ക് അത്ര മുടിക്ക് ഗുണം ചെയ്യണുണ്ടോ ദോഷം ചെയ്യണുണ്ടോ അറിയില്ല. അമ്മ എനിക്ക് ഉണ്ടാക്കി തരുമ്പോ പൂവ് മാത്രം ഇട്ട് കണ്ടിട്ടുള്ളത്. ഇതാ ഇനി പൂവ് കണ്ടല്ലോ. ഇനി നീർവീഴ്ച വരാതിരിക്കാനും അകാല നര തടയാനും നരച്ച മുടി ഉണ്ടെങ്കിൽ അത് കറുത്ത് കിട്ടാനും കൂടിയാണ് നമ്മൾ ഈ പനിക്കൂർക്കട ഇല ഇടുന്നത്. കണ്ടല്ലോ, ചെമ്പരത്തി പൂവും ചെമ്പരത്തിയുടെ ഇലയൊക്കെ ഇതിന് സഹായിക്കൂട്ടോ അകാല നര തടയാൻ. കണ്ടോ ഇത്. പിന്നെ നമ്മളെ മുടിയിലെ പേൻ ശല്യം, താരൻ, അതുപോലെ മുടിക്കായ, ഇതൊന്നും നമ്മളെ മുടിയിൽ വന്നു പെടാതിരിക്കാൻ, വന്നത് പോവാനും ഇതൊക്കെ തന്നെയാണ് ചികിത്സ. പക്ഷെ വരാതിരിക്കാൻ കൂടി നമ്മൾ ആദ്യം ഒരു മുൻകരുതൽ, രോഗം വന്ന് ചികിത്സിക്കണേൽക്കും നല്ലത് രോഗം വരാതെ സൂക്ഷിക്കുക കേട്ടല്ലോ. അപ്പൊ രോഗം വന്ന് ചികിത്സിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകൾ കൂടുതലാണ്. അപ്പൊ നമ്മൾ ഈ തുളസിയുടെ ഇല കിട്ടുകച്ചാൽ 1 പിടി എപ്പോഴും എല്ലാത്തിലും ചേർത്തിക്കോളൂ. പനിക്കൂർക്കയും നല്ല മുടിക്ക് നല്ലതാണ്. വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളിനേക്കാളും കാശ് കൊടുക്കണ്ട, ഒക്കെ ഗുണം ചെയ്യുന്ന സാധനങ്ങളാണ് ഇത്. പിന്നെ ഉണ്ടല്ലോ, ഇനി നമ്മൾ ഇതിന്റെ കൂടെ കണ്ടല്ലോ 1 പിടി നാളികേരം, ലേശം മതി കേട്ടോ. നമ്മൾ വെളിച്ചെണ്ണ ചിലപ്പോൾ താളിയിൽ 1 സ്പൂൺ ആഡ് ചെയ്യണതിന് പകരമാണ് കേട്ടോ. നാളികേരപ്പാൽ നമ്മളെ മുടിയിലെ താരൻ നല്ലോണം കളയുന്നുണ്ട്. പിന്നെ അങ്ങനെയല്ല, മുടി വളർച്ച കൂട്ടുന്ന ഒരു സാധനമാണ് നമ്മളെ നാളികേരം. വെർജിൻ കോക്കനട്ട് ഓയിൽ ഞാനായിട്ടിപ്പോ തലയിൽ തയ്ച്ചത് വെർജിൻ കോക്കനട്ട് ഓയിലാണ്. അത് ഞങ്ങളോട് പറഞ്ഞില്ല അല്ലെ. കണ്ടല്ലോ, ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കണം കണ്ടോ 1 പിടി കറിവേപ്പില. ഇതൊക്കെ നമ്മൾ അകാലനര കുറയ്ക്കാനും മുടി പെട്ടെന്ന് സ്വിച്ച് ഇട്ട പോലെ വളരാന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്റെ മുടി കൊഴിഞ്ഞിന്റെ കുട്ടികളെ, ഷുഗറാണെന്ന് അറിയാഞ്ഞിട്ട് രക്തക്കമ്മി, എനിക്ക് 23 വയസ്സിൽ തുടങ്ങിക്കൊണ്ട് ഞാൻ ഈസ്ട്രജൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രക്തം ഉണ്ടാവാനുള്ള ഗുളിക കഴിക്കലേ. അപ്പൊ ഞാൻ അത് കാരണമൊക്കെ എന്റെ മുടി വല്ലാതെ എന്നെ കഷ്ടത്തിലാക്കി. കണ്ടല്ലോ, ഇത് നമ്മളുടെ കറ്റാർവാഴ, ഇതിന്റെ ഉള്ളിലത്തെ ആ എസൻസ് എടുത്താലും മതി. പക്ഷെ നമ്മൾ ഈ 2 പുറം ചെത്തിക്കളഞ്ഞിട്ട് ഈ മുരട് ഭാഗത്ത് ഉണ്ടട്ടോ ഒരു മഞ്ഞക്കറ, അത് പോവാനായിട്ട് നമ്മൾ ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ടേക്കുക. എന്നിട്ട് കഴുകി എടുത്തതാണ് കേട്ടോ. അത് 2 പുറത്ത് നമ്മൾ ഇങ്ങനെ ചെത്തിക്കളഞ്ഞിട്ടുണ്ട്. ഈ 2 തലയും വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊന്നും ചെയ്യണ്ട, കുഞ്ഞു കുഞ്ഞിനെ കഷ്ണങ്ങളാക്കി ഇതിലൊന്നാണ്ട് അരയ്ക്കുക. ഈ താളി നിങ്ങൾ നേരെ കണ്ടോളൂ. ഇത് നമ്മളെ മുടി പോഷകം കൂടുതൽ കൊടുത്ത് മുടി വളർച്ച കൂട്ടുള്ളൊരു സംഭവം തന്നെയാണ്. കണ്ടല്ലോ, എല്ലാ പോഷകങ്ങളും ചേർത്തിട്ടുണ്ട്. ഇനി അമ്മ ഉപയോഗിക്കുന്ന പല താളികളും കുട്ടികൾ ചോദിക്കുന്നുമുണ്ട്. അപ്പൊ ഞാൻ ഓരോ എപ്പിസോഡിലായിട്ട് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ.
നമ്മൾ ഉണ്ടല്ലോ. അപ്പൊ എന്നും കാണിച്ചു തരാലോ. ഇനി നമ്മൾ എന്താ ഇതിൽ വെള്ളത്തിന് പകരം എന്നറിയോ? തിളപ്പിച്ചാർച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ള നമ്മളെ എള്ള് കണ്ടല്ലോ. എള്ള മുഴുവനായിട്ട് ഇടുന്നുണ്ട് കണ്ടല്ലോ. ഈ എള്ള് മുഴുവനായിട്ട് ഇടുന്നു. നമ്മളെ മുടിക്ക് പോഷകമാണ് കേട്ടോ. ഇനി ഞാൻ എന്താ ചേർക്കണമെന്ന് കേട്ടല്ലോ. ഇനി വെള്ളം, കുറച്ചും കൂടി വെള്ളം വേണ്ടേ? അതിന് നമ്മൾ ചേർക്കണം ഉലുവ കുതിർത്ത വെള്ളമാണ് കേട്ടോ. നമ്മൾ കുടിക്കാൻ എടുക്കുമ്പോൾ അതൊന്ന് ലേശം എടുത്ത് വെക്കുക. ഇതിൽ ഉലുവയുടെ മണി ചേർക്കണ്ട, ഒരുപാട് കൊഴുപ്പല്ലേ. അതിന് പകരം നമ്മൾ ആ ഉലുവയുടെ മണിക്ക് പകരം അതിന്റെ വെള്ളം ചേർത്തി കണ്ടല്ലോ. കഞ്ഞിയുടെ വെള്ളം വേണ്ടവർക്കും ഈ സ്ഥാനത്ത് കഞ്ഞി വെള്ളം. അതുപോലെ ഞാനിങ്ങനെ ഓരോന്ന് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. പലതും ഉണ്ട് നമ്മൾ ഇതിൽ ചേർക്കണതേ. അപ്പൊ ഞാനിനി ഇത് അരച്ചു കൊടുത്തിട്ട് തലയിൽ എങ്ങനെ അപ്ലൈ ചെയ്യാന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കുട്ടികളെ അമ്മ ഇതാ സുഖമായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. കറണ്ട് പോകുമെന്നുള്ളൊരു ഭയത്തിലായിരുന്നു കേട്ടോ അത്രയും നേരം സംസാരം. ഞാനൊരു ഉൾനാട്ടിലാണ്. അപ്പൊ എന്റെ കഥ ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ. ഞാൻ വീട്ടിക്കാട് ജനിച്ചു വളർന്നു പറഞ്ഞില്ലേ. എന്നെ കല്യാണം കഴിച്ചിട്ട് മാരായമംഗലത്തേക്ക് കൊടുന്നു. ചിലപ്പോ ഈ വീഡിയോ കാണുന്നവരില്ലേ, ചിലപ്പോ എന്റെ കൂടെ പഠിച്ചവരോ ഒക്കെ ഉണ്ടായിരിക്കും. എന്നെ കണ്ടിട്ട് ചിലപ്പോ പരിചയം തോന്നുമ്പോ എവിടെ എന്താ ചോദിക്കുകയാണോ ഒന്നും അറിയില്ല കേട്ടോ. പലവരും എന്നോട് എന്റെ കഥ പറയാനൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാന് ആ 7 മക്കളിലെ 7ാമത്തെ കുട്ടിയാണ് കേട്ടോ, പെൺകുട്ടി. 3ാമത്തെ മകൻ എന്തോ ഭാഗ്യമില്ല, ഞങ്ങൾക്ക് ആങ്ങളയ്ക്ക് ഭാഗ്യമില്ല. അതൊരു പാവം എൻ്റെ അമ്മ, എന്നും ദുഃഖം. മമ്മൂട്ടിയുടെ ഞാൻ എപ്പോഴും കേട്ടോ വീക്കിലിന്നേ പുസ്തകം പൊതിയായിരുന്നു കേട്ടോ. അപ്പോ അമ്മയ്ക്ക് അത് കാണാൻ പറ്റണില്ല. അത് കാരണം ഞാൻ പിന്നെ പൊതിച്ചിൽ നിർത്തി. മമ്മൂട്ടിയുടെ മുഖചിത്രം വെച്ചിട്ടുള്ളത് എനിക്ക് നല്ല ഇഷ്ടം. ഒരു സിനിമാ നടനാണല്ലോ. പിന്നെ അന്ന് ഞാനേ മണിയറയൊക്കെ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. മമ്മൂട്ടി അതിൽ നായകനായിട്ട് നല്ല രസമാണല്ലോ. ഷാനവാസ്, പിന്നെ നമ്മളുടെ ശാന്തി കൃഷ്ണ, സീമ, മമ്മൂട്ടി ഇവരൊക്കെ ആണല്ലോ. അപ്പൊ എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ അതിന്റെ ശേഷം പുസ്തകം അങ്ങനെ പൊതിയാൻ വീക്കിലിയുമെന്ന് മമ്മൂട്ടിയുടെ മുഖചിത്രം കണ്ടാൽ പൊതിയും. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര സങ്കടം. നമ്മുടെ കുട്ടി അങ്ങനെ ആയിരുന്നു ഇത്ര കുട്ടിയിൽ കാണാൻ. വലുതായി അങ്ങനത്തെ ഒരു കുട്ടിയായിരുന്നു ഇത്ര ആയിരിക്കും. എന്റെ മൂത്ത ചേച്ചിയെ കണ്ടാൽ മമ്മൂട്ടിയുടെ ചേച്ചിയാന്നേ തോന്നും. ചേച്ചി പറഞ്ഞാൽ ഏകദേശം 2 വയസ്സിന് മാറ്റേ ഉള്ളൂ. അപ്പൊ അങ്ങനെ തന്നെയാണ് കേട്ടോ. എൻ്റെ ആങ്ങള ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏട്ടൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നല്ല കുട്ടിയായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് സങ്കടം. അതിന്റെ ശേഷം ഞാൻ ആ മുഖചിത്രം പുസ്തകം പൊതിയൽ നിർത്തി. കേൾക്കണം നിങ്ങൾ എൻ്റെ അമ്മയുടെ സങ്കടം. എന്താ ചെയ്യാ അമ്മ. അപ്പോൾ ഞാൻ അങ്ങനെ കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ ഒരു വീട്ടിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടിയാണ് ഞാൻ. അപ്പൊ പിന്നെ എന്നെ കല്യാണം കഴിച്ചു കൊടുന്നു മാരായമംഗലത്തേക്ക്. അപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ ഇങ്ങനെ കഴിയുന്നുണ്ട്, വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. അപ്പൊ കണ്ടല്ലോ, കൂട്ടത്തില് നിങ്ങൾ വെറുതെ ഈ താളി പിഴയുന്നത് മാത്രം കാണിക്കും വേണ്ട, എന്റെ കാര്യങ്ങൾ പറയുകയും ചെയ്യാം. ഓരോരുത്തർ ചോദിക്കുന്നുണ്ടെങ്കിൽ കഥയായിട്ട് ഇടാനുള്ളതൊന്നും ഇല്ല. ചേച്ചിമാരും ഓരോരുത്തരും ഓരോ ഭാഗത്ത് കൂടെ ഉണ്ട്. ഞാൻ മാരായമംഗലത്തുണ്ട്, ഒരു ചേച്ചി ചെർപ്പളശ്ശേരി ഉണ്ട്, ഒരാൾ തമിഴ്നാട്ടിലുണ്ട്, 2 തച്ചനാട്ടുകാരുണ്ട്, ഒരാൾ വീട്ടിക്കാട് തന്നെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങൾ ജീവിക്കുകയാണ്. അപ്പോൾ നമ്മളെ താളി ഇവിടെ റെഡി ആയിട്ട് അപ്പളേക്കും വർത്താനം പറയുകയും ചെയ്തു, താളി റെഡിയാവുകയും ചെയ്തു. കണ്ടല്ലോ. ഈ താളി ഇനി എങ്ങനെ അപ്ലൈ ചെയ്യാന്ന് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നിങ്ങൾ ഇത് ഒരുപാട് സമയം തലയിൽ വെക്കേണ്ട, 10 മിനിറ്റ് തലയിൽ വെക്കേണ്ട കേട്ടോ. എന്നിട്ട് നമുക്ക് സുഖമായിട്ട് വാഷ് ചെയ്ത് കളയാം. ഇനി ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാന്ന് കൂടി കാണിച്ചു തരാം. ഇത് താളിയായിരിക്കണ ഒരു തോർത്തുമുണ്ട് തന്നെ കേട്ടോ. എപ്പോഴും എന്നാ പിന്നെ ഈ കള്ളിയാവുമ്പോ നമുക്ക് ഇത് കഴുകി കളഞ്ഞാലും വല്ല കറയൊന്നും അങ്ങനെ പിടിക്കണില്ല. പക്ഷെ എന്നാലും നമ്മൾ ഈ മുടി കറക്കാനുള്ള സാധനങ്ങളൊക്കെ അല്ലേ. ചെറുതായിട്ടൊരു ബ്ലാക്ക് കളർ ഞാൻ തോർത്തിലേക്ക് വന്നിട്ടുണ്ട്. ഈ വെള്ളയൊക്കെ ഒന്ന് ബ്ലാക്ക് ആയിട്ടുണ്ട് ഈ തോർത്തുണ്ട്. അപ്പൊ ഇത് നമുക്ക് കണ്ടാ അറിയാം താളിയായിരിക്കണം തോർത്ത്. ഞാൻ അങ്ങനെ ചുരിദാറൊന്നും ഒരുപാട് ഉപയോഗിക്കുന്ന ആളല്ല. അപ്പൊ ഷോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് തോർത്ത് എടുക്കണ്ട കേട്ടോ. പഴയ ഷോൾ എടുത്തോളൂ, നന്നായിട്ട് പോരും. എന്താ വെച്ചാൽ ചണ്ടി നിന്നാൽ നമ്മളെ മുടി വൃത്തിയാവാൻ നല്ല പ്രയാസമല്ലേ. കഴുകാൻ നമ്മളിപ്പോ കുളത്തിൽ പോയി കുളിക്കണില്ലല്ലോ. പണ്ടൊക്കെ നമ്മൾ രാവിലെ എല്ലാവരും കുളത്തിൽ പോയിട്ടല്ലേ കുളിക്കുക. അപ്പൊ അമ്മ താലിയൊക്കെ തേച്ചു. ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. എന്നാൽ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം ബുദ്ധിമുട്ട് ചെയ്യാൻ മതി, ഒരു സൺഡേ മാത്രം. ബാക്കി ഒന്നും ചെയ്യണ്ട. നിങ്ങളെ എണ്ണ നന്നായിട്ട് ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ചൂടായിട്ട് 2 നേരം ഈ 2 തുള്ളി എണ്ണ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്താൽ മതി. മുടി വല്ലാതെ എണ്ണയില്ല തോന്നുമ്പോ അന്നത്തെ ദിവസം മാത്രം നിങ്ങൾ നേരെ എണ്ണ തേച്ചാൽ മതി കേട്ടോ. ആഴ്ചയിൽ 2 ദിവസമൊക്കെ നേരെ തേച്ചാൽ മതി. അങ്ങനത്തെ ദിവസങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ 2 പ്രാവശ്യം നിങ്ങൾ താളി തേച്ചോളൂ. അപ്പൊ ഇനിയും താളികൾ എന്തൊക്കെ ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരണ്ട. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും പറയട്ടെ,
ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.